ഖത്തറിലെ ദോഹയിലൂടെ സഞ്ചാരം തുടരുകയാണ്. ശരിക്കും ഇത് ദോഹയല്ല, ദോഹയുടെ വടക്കുഭാഗത്തുള്ള ലുസൈൽ എന്ന പുതിയ നഗരഭാഗമാണ്. 2022 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിലൂടെ നമുക്ക് സുപരിചിതമായ ഭൂപ്രദേശം. ഇവിടുത്തെ പ്രശസ്തമായ മറീന ട്വിൻ ടവേഴ്സ് ആണ് കളർഫുള്ളായ ആ ഇരട്ട കെട്ടിടം. നിരവധി അണ്ടർപാസുകളും സബ്വേകളും ഓവർബ്രിഡ്ജുകളും എല്ലാമായി വളരെ രസകരമായാണ് ഈ നഗരഭാഗം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ലുസൈൽ ഏറ്റവും ആധുനികമായ ഒരു നഗരഭാഗമാണ്. ഇവിടെ ഏറ്റവും അധികമായി കാണുന്നത് വലിയ ഹോട്ടലുകളാണ്. ഓവൽ രൂപത്തിൽ കാണുന്ന ആ നിർമ്മിതിയും ഒരു ഹോട്ടൽ തന്നെ, വലേറോ ഹോട്ടൽ. ഖത്തറിന്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് ഈ ലുസൈൽ ഏരിയയ്ക്ക്. ഖത്തറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ജാസിം ആദ്യമായി തന്റെ താവളമുറപ്പിച്ചത് ലുസൈൽ പ്രദേശത്തായിരുന്നു. ഷെയ്ഖിനു വേണ്ടി അക്കാലത്ത് നിർമ്മിച്ച വലിയൊരു കോട്ടയും ഇവിടെ ഉണ്ടായിരുന്നു. ഇതിവിടുത്തെ സിയലോ ഹോട്ടലാണ്. ഖത്തർ വേൾഡ് കപ്പിന് മുന്നോടിയായി പ്രവർത്തനം ആരംഭിച്ച 5 സ്റ്റാർ ഹോട്ടലാണ് സിയലോ. പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ രൂപമാണ് അതിന്. ഒരേ ആകൃതിയിലുള്ള 2 കെട്ടിടങ്ങളിലാണ് ഹോട്ടൽ. സിയലോ പോലെ നിരവധി 5 സ്റ്റാർ ഹോട്ടലുകൾ ഈ ഭാഗത്തുണ്ട്. വീണ്ടും ചെല്ലുമ്പോൾ മരുഭൂമി കാണാം. ഈ വിധമുള്ള മണൽപ്പരപ്പിലാണ് പുതിയ നഗരഭാഗം ഉണ്ടായി വന്നത്. പാതയുടെ ഇരുഭാഗത്തും കാണാം മരുഭൂമി. ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു നഗരം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഇവർ. അങ്ങകലെ പ്രത്യേക രൂപത്തിലുള്ള 4 കെട്ടിടങ്ങൾ കാണാം. ലുസൈൽ പ്ലാസ ടവറുകളാണത്. ലുസൈൽ കൊമേഴ്ഷ്യൽ ബൊളവാർഡ് എന്ന ഭാഗത്താണത്. പല ഉയരത്തിലും രൂപത്തിലുമുള്ള വിചിത്രമായ കെട്ടിടങ്ങൾ. ഇത്തരം നഗരങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതയാണിത്. കെട്ടിടം നിർമ്മിക്കുമ്പോൾ കാണുന്നവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു രൂപമാണ് അവയ്ക്ക് നൽകുന്നത്. കെട്ടിട നിർമ്മാണത്തിൽ മാത്രമല്ല, ലാൻഡ്സ്കേപ്പിംഗിലും മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുന്നതിലുമെല്ലാം ആ ശ്രദ്ധ കാണാം. ഉണങ്ങിയ മരുഭൂമിയിലാണ് പുൽത്തകിടിയും മരങ്ങളുമൊക്കെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതെന്നോർക്കണം. ധാരാളം സബ്വേകൾ. ഭൂമിക്കടിയിലൂടെയുള്ള ഈ പാതയുടെയൊക്കെ നിർമ്മാണത്തിലെ പൂർണ്ണത ശ്രദ്ധിക്കുക. കോൺക്രീറ്റ് നിർമ്മിതിയാണെങ്കിലും അതെത്ര പെർഫെക്ഷനോടെയാണ് പണിതിരിക്കുന്നതെന്നതും അത് സംരക്ഷിക്കുന്ന രീതിയും ആരെയും അത്ഭുതപ്പെടുത്തും. ഒരു കാലത്ത് ഇന്ത്യയേക്കാൾ വളരെ പിന്നിൽ കിടന്നിരുന്ന അറബി രാജ്യമായിരുന്നു ഇതെന്നു കൂടി ഓർക്കണം. ഇപ്പോൾ ഞങ്ങൾ ലുസൈൻ സ്റ്റേഡിയത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. 2022 ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ച ലുസൈൽ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആധുനിക കാലത്തെ ഫുട്ബോൾ മാന്ത്രികൻ മെസ്സിയുടെ ദീർഘകാല അഭിലാഷം പൂവണിഞ്ഞത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ തകർത്ത് അർജന്റീന ടീം ഫിഫ വേൾഡ് കപ്പ് ഉയർത്തിയത് ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ലോകം മുഴുവൻ കരഘോഷത്തോടെ ആ കാഴ്ച കണ്ടു. ഈ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 88,966 കാണികളാണ് 2022 ഡിസംബർ 18 വേൾഡ് കപ്പ് ഫൈനൽ കണ്ടത്. സ്റ്റേഡിയത്തിന്റെ പരമാവധി കപ്പാസിറ്റി ആയിരുന്നു അത്. ഇന്ന് കളിയൊന്നുമില്ലാത്തതിനാൽ സ്റ്റേഡിയത്തിനകത്തേക്ക് പോകാനാവില്ല. അതിന്റെ അരികിലേക്ക് പരമാവധി പോകാവുന്നിടത്തേക്ക് സുഹൃത്ത് അമീർ എന്നെ കൊണ്ടുചെന്നെത്തിച്ചു. ഒരു നിസ്കാരത്തൊപ്പി മലർത്തി വെച്ചതുപോലെയാണ് സ്റ്റേഡിയത്തിന്റെ രൂപം. അതിലെ നൂലിഴകൾ വരെ കാണാം. ലണ്ടൻ ആസ്ഥാനമായുള്ള ഫോസ്റ്റർ ആൻഡ് പാർട്ട്നേഴ്സ് എന്ന ഇന്റർനാഷണൽ ആർക്കിടെക്ചർ ഫേമാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. അറബി നാടുകളിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരുതരം ബൗളാണ് അവർ സ്റ്റേഡിയത്തിനായി മാതൃകയാക്കിയത്. 2017 തുടങ്ങിയ സ്റ്റേഡിയം പണി 2021 പൂർത്തിയായത്. $77 കോടി ആയിരുന്നു നിർമ്മാണ ചെലവ്. 2022 വേൾഡ് കപ്പിൽ 10 കളികളാണ് ഇവിടെ നടന്നത്. അതിൽ അർജന്റീന കളിച്ച 4 മത്സരങ്ങളിലും സ്റ്റേഡിയത്തിന്റെ പരമാവധി കപ്പാസിറ്റിയുടെ അത്ര കാണികളുണ്ടായിരുന്നു. ഇക്കാണുന്നതെല്ലാം പാർക്കിംഗ് ഏരിയയാണ്. സ്റ്റേഡിയത്തിന്റെ 100 മടങ്ങെങ്കിലും വിസ്തൃതിയുണ്ട് പാർക്കിംഗ് ഏരിയയ്ക്ക്. ഇങ്ങനെ പുറമേ കാണുന്ന പാർക്കിംഗ് മാത്രമല്ല, ഭൂഗർഭത്തിൽ 3 നിലകളായുള്ള പാർക്കിംഗ് സംവിധാനവും സ്റ്റേഡിയത്തിനോടടുത്ത ഭാഗത്തുണ്ട്. നേരത്തെ കണ്ട ലുസൈൽ പ്ലാസ ടവറുകൾ ഇപ്പോൾ കൂടുതൽ അടുത്ത് കാണാം. അങ്ങകലെ വലിയ മന്ദിരങ്ങൾ നിഴൽ രൂപങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്നു. ഇനി ഞങ്ങൾ തിരികെ ദോഹ വഴി മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്, ഒരു ബീച്ച് ഏരിയയിലേക്ക്. വക്ര ഏരിയ പിന്നിട്ട് വേണം പോകാൻ. ഇടതുവശത്ത് ഇക്കാണുന്നത് പ്രശസ്തമായ മോൺട്രിയൻ ഹോട്ടലാണ്. ആ ഹോട്ടലും സിഗ്സാഗ് ടവറുമൊക്കെ കടന്നാണ് നഗരത്തിലേക്കുള്ള മടക്കം.
റെയിൻബോ റൗണ്ടബൌട്ടിലെ ആർച്ചുകളാണ് മുന്നിൽ. അൽ വാഹ്ദ ആർച്ചസ് എന്നാണ് അതിന്റെ ശരിക്കുമുള്ള പേര്. ദോഹയുടെ ഡൗൺ ടൗൺ കടന്നു വേണം ഞങ്ങൾക്ക് പോകാൻ. ഇപ്പോൾ നഗരത്തിന്റെ വടക്കുഭാഗത്താണെങ്കിൽ ഇനി ഡൗൺ ടൗണിനെ ക്രോസ് ചെയ്ത് തെക്കുഭാഗത്തേക്ക് പോകണം. നഗരത്തിൽ ധാരാളം കാഴ്ചകളുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ കാണാമെന്നാണ് തീരുമാനം. ആധുനിക കാലത്തെ അമ്പരചുംബികളുടെ കാഴ്ചയാണ് ഇവിടെയെങ്ങും. അത്തരം കെട്ടിടവനങ്ങൾ മാത്രമല്ല, നഗരത്തിന്റെ ധാരാളം ഭാഗങ്ങൾ ഈ വിധം ഉദ്യാനങ്ങളായി നിലനിർത്തിയിട്ടുണ്ട്. അൽബിദ്ദ പാർക്ക് എന്നൊക്കെ പേരുള്ള നിരവധി ഉദ്യാനങ്ങൾ ഈ നഗരത്തിലുണ്ട്. ഈ കാണുന്നതൊന്നും സ്വാഭാവികമായി ഇവിടെ വളർന്നതല്ലെന്നോർക്കണം. കൃത്യമായി നനച്ച് പരിപാലിച്ചു വളർത്തുന്നവയാണ്. മഞ്ഞുകാലമായതുകൊണ്ട് ഇപ്പോൾ വലിയ വെയിൽ ചൂടില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇക്കാണുന്നതാണ് ദോഹ ഗ്രാൻഡ് മോസ്ക്. പ്രത്യേകമായൊരു രൂപത്തിലാണ് അത് പണിതിരിക്കുന്നത്. ട്രഡീഷണൽ അറബ് ശൈലിയിൽ നിർമ്മിച്ച വലിയൊരു മോസ്ക്. അതിനകത്തൊന്ന് കയറിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇമാം മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് മോസ്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഖത്തറിന്റെ നാഷണൽ മോസ്ക് ആണ്. 93 മകുടങ്ങളോടുകൂടിയ ഒരു മനോഹര നിർമ്മിതിയാണിത്. പുരാതനമായ മോസ്ക് ഒന്നുമല്ല. 2011 ഇതിന്റെ ഉദ്ഘാടനം. 30,000 ആളുകളെ ഉൾക്കൊള്ളാനാകുന്ന ബൃഹത്തായൊരു മോസ്കാണ്. പക്ഷേ ഇതിനകത്ത് കയറാനാവില്ല. ഇന്ന് സന്ദർശകരെ അനുവദിക്കുന്നില്ല. നാളെയേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് അമീർ അവിടെ നിന്ന് കാർ തിരിച്ചു. നാളെ വീണ്ടും വരണം. ഗൈഡഡ് ടൂറാണ് മോസ്കിലുള്ളത്. അല്ലാതെ സന്ദർശകർക്ക് തനിയെ കയറിപ്പോകാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് കയറാം. വലതുവശത്ത് പിരമിഡ് ആകൃതിയിലുള്ള ഒരു കെട്ടിടം കാണാം. ഇതിവിടുത്തെ നാഷണൽ സൈബർ സെക്യൂരിറ്റിയുടെ ഓഫീസാണ്. NCSA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. രാജ്യത്തിന്റെ സൈബർ റിസ്കുകളും ത്രെട്ടുകളും കൈകാര്യം ചെയ്യുന്നത് നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസിയാണ്. ഇന്റർനെറ്റിന് വലിയ നിയന്ത്രണങ്ങളുള്ള നാടാണ് ഖത്തർ. ഇക്കാണുന്നത് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയമാണ്, ഇന്റീരിയർ മിനിസ്ട്രി. ട്രഡീഷണൽ ശൈലിയിലുള്ള മറ്റൊരു കെട്ടിടം. ഇടതുവശത്ത് പുൽക്കുന്നുകൾ പോലെ ചില കെട്ടിടങ്ങൾ കാണാം. അതിവിടുത്തെ എക്സ്പോ ഹൗസാണ്. പുല്ലുപിടിപ്പിച്ച ആ കെട്ടിടത്തിന്റെ പുറകുവശത്താണ് അൽബിദ്ദ പാർക്ക് എന്ന വലിയ ഉദ്യാനത്തിന്റെ ഒരു ഭാഗം വന്ന് അവസാനിക്കുന്നത്. ടൂറിസ്റ്റുകളുമായി കടന്നുപോകുന്ന ഡബിൾ ഡക്കർ ബസ്സുകൾ. സിറ്റി മുഴുവനായും കാണാൻ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഇത്തരം സൗകര്യവുമുണ്ട്. യാത്ര തുടരുമ്പോൾ ഇക്കാണുന്നത് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ്. ആധുനിക രീതിയിലുള്ള ഒരു കെട്ടിടമാണത്. അതിന് പിറകിൽ ഹമദ് ഹോസ്പിറ്റൽ പോലുള്ള വമ്പൻ ആശുപത്രികളുടെ നിര തന്നെയുണ്ട്. ക്യാൻസർ സെന്റർ, ക്ലിനിക്കൽ സിമുലേഷൻ ആൻഡ് ഇന്നവേഷൻ സെന്റർ എന്നിവയൊക്കെ ഇവിടെ തന്നെയാണ്. ഹെൽത്തുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുമെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്തു തന്നെ. അവിടെയൊക്കെ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഒട്ടേറെ മലയാളി നഴ്സുമാരും ഇവിടുത്തെ ഓരോ ആശുപത്രിയിലും ജോലി ചെയ്യുന്നു. താമസിക്കാനുള്ള കെട്ടിടങ്ങളുടെ വാടകയാണ് മലയാളികൾ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ വാടക നിരക്ക് വളരെ ഉയർന്നതാണ്. ഒരൊറ്റ ബെഡ്റൂം മാത്രമുള്ള ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന് 45,000 ഇന്ത്യൻ രൂപയെങ്കിലും ആവും മാസവാടക. അതുകൊണ്ട് തന്നെ 4ഉം 5ഉം പേർ ചേർന്നാണ് ഓരോ മുറിയും എടുക്കുന്നത്. ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് കുടുംബവുമൊത്തു താമസിക്കാൻ വലിയ തുകയാകും. ഇന്നാട്ടുകാരായ അറബികൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ മുഴുവൻ തുകയും ലോണായി ലഭിക്കും. ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയിൽ ബാങ്കുകളാണ് അത് ലഭ്യമാക്കുക. കെട്ടിടം പണിതു കഴിഞ്ഞ് ആളുകൾ അത് വാടകയ്ക്കെടുത്ത ശേഷം മാത്രം തിരിച്ചടവ് തുടങ്ങിയാൽ മതി. അതായത് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ ഗവൺമെന്റ് സൗഹാർദ്ദപരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ലോൺ എടുത്തതിൽ തന്നെ കുറേ തുക അവസാനം എഴുതിത്തള്ളുകയും ചെയ്യും. ഈ പാതയുടെ ഇരുവശത്ത് കാണുന്ന കെട്ടിടങ്ങളും വമ്പൻ മാളുകളുമൊക്കെ പണിയുന്നതിന് വലിയ തോതിലുള്ള ഫണ്ട് ഗവൺമെന്റ് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ലഭ്യമാക്കിയിട്ടുണ്ട്. ആ കഥകളൊക്കെയാണ് അമീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ തുക മുടക്കി പണിത കെട്ടിടങ്ങൾ പലതും ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നത് വേറെ കാര്യം. എങ്കിലും ഇവിടെ വാടക നിരക്കിന് ഒരു കുറവുമില്ല. ഇടതുവശത്ത് ഈ കാണുന്നത് ഖത്തർ എയർവേസിന്റെ മന്ദിരമാണ്. വിചിത്ര രൂപമുള്ള ഒരു കെട്ടിടം. ദോഹയിൽ തന്നെ 3-4 കെട്ടിടങ്ങൾ ഖത്തർ എയർവേസിന്റേതായുണ്ട്. വലതുവശത്ത് കാണുന്നതും ഖത്തർ എയർവേസിന്റെ ഓഫീസ് സമുച്ചയമാണ്.
അവിടമെല്ലാം പിന്നിട്ട് ഞങ്ങൾ തെക്കോട്ടാണ് യാത്ര ചെയ്യുന്നത്. വലിയ തിരക്കില്ലാത്ത പാതകൾ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഒരിടത്തെത്തുമ്പോൾ ദോഹ മെട്രോ ട്രെയിൻ കടന്നു പോകുന്നത് കാണാം. ട്രെയിനിന് 2 കോച്ചുകളേയുള്ളൂ. ജനസംഖ്യ കുറഞ്ഞ നാടാണല്ലോ ഇത്. അത് ചെന്ന് കയറുന്നത് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ 3-4 സ്റ്റേഷനുകളുടെ ഭാഗത്ത് മാത്രമേ മെട്രോ പുറത്തു കാണുകയുള്ളൂ. ബാക്കിയെല്ലാം ഭൂഗർഭത്തിലൂടെയാണ്. പ്രധാന നഗരഭാഗങ്ങളിലൂടെയെല്ലാം മെട്രോ കടന്നു പോകുന്നുണ്ട്. ഫിഫ വേൾഡ് കപ്പിന് മുന്നോടിയായി തിരക്കിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ഇവിടുത്തെ മെട്രോ. 2019-ലാണ് അത് പ്രവർത്തനം തുടങ്ങിയത്. 3 ലൈനുകളിലായി 76 കിലോമീറ്റർ ഭാഗത്താണ് ഖത്തറിൽ മെട്രോയുള്ളത്. 37 സ്റ്റേഷനുകളുമുണ്ട്. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ട്രെയിനുകളാണ് ഇവിടുത്തെ മെട്രോയുടെ പ്രത്യേകത. ലോകത്ത് ഡ്രൈവർ ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മെട്രോ ട്രെയിനുകളുള്ള ഒരു നഗരം ദോഹയാണ്. ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് റാസ്ബു ഫൊണ്ടാസ് എന്ന മെട്രോ സ്റ്റേഷനാണ്. ലുസൈലിൽ നിന്നും ആരംഭിക്കുന്ന ഒരു മെട്രോ ലൈനിന്റെ അവസാന ഭാഗമാണിത്. റാസ്ബു ഫൊണ്ടാസ് കഴിഞ്ഞാൽ ഇനി അൽ വക്ര എന്നൊരു സ്റ്റേഷൻ കൂടി മാത്രമേ ഉള്ളൂ. ദോഹയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള അൽ റിഫയിൽ നിന്ന് ആരംഭിക്കുന്ന മറ്റൊരു ലൈൻ അവസാനിക്കുന്നത് അൽ അസീസിയ എന്ന പ്രദേശത്താണ്. റെഡ്, ഗ്രീൻ, ഗോൾഡ് എന്നിങ്ങനെ 3 ലൈനുകളാണ് മെട്രോയ്ക്കുള്ളത്. ഒരു ബ്ലൂ ലൈൻ കൂടി പരിഗണനയിലുണ്ട്. അത് ഈ മെട്രോയെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ലൈനാണ്. ഇതാണ് അൽ വക്രയിലെ മെട്രോ സ്റ്റേഷൻ. ദോഹ മെട്രോയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്റ്റേഷനാണ്. നേരത്തെ ഞാൻ സന്ദർശിച്ച ലുസൈൽ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന മെട്രോയുടെ റെഡ് ലൈൻ അവസാനിക്കുന്നത് ഇവിടെയാണ്. സ്റ്റേഷന് താഴെ ഒരു സബ്വേ ഉണ്ട്. അത് പിന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. ടീ ടൈം എന്നൊരു സ്ഥാപനമുണ്ട് ഇവിടെ. അതിനു മുന്നിൽ വണ്ടി കൊണ്ടുചെന്ന് നിർത്തിയാൽ മതി. ടീ ടൈമിലെ പരിചാരകർ കാറിനടുത്തേക്ക് വരും. ആവശ്യമുള്ളത് ഓർഡർ ചെയ്താൽ അവർ ഇവിടെ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അവരുടെ പക്കൽ തന്നെ പണം നൽകാം. ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടില്ലല്ലോ. ടീ ടൈം ഒരു മലയാളിയുടെ സ്ഥാപനമാണ്. ഖത്തറിൽ എല്ലാ പട്ടണങ്ങളിലും ചായക്കടകളുള്ള ഒരു ചെയിനാണ് ടീ ടൈം. ഖറക് ചായ എന്നറിയപ്പെടുന്ന നാടൻ ചായയാണ് അവർ പ്രധാനമായും വിൽക്കുന്നത്. പാലൊഴിച്ച നല്ല ചായ. നമ്മുടെ മസാല ചായ പോലെയിരിക്കും. അറബ് നാടുകളിലെല്ലാം ഖറക് ചായ വളരെ പ്രശസ്തമാണ്. ഞങ്ങൾ ഇനിയും തെക്കോട്ട് പോകുകയാണ്. മെസൈദ് എന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. മണലാരണ്യമാണ് മെസൈദ്. ഒരു എന്റർടൈൻമെന്റ് ഏരിയ. ദോഹയിലും മറ്റുമുള്ള ആളുകൾ വിശ്രമത്തിനും ആഘോഷത്തിനും പോകുന്ന സ്ഥലമാണ്. ബീച്ചും മണൽക്കുന്നുകളുമെല്ലാമുള്ള ഒരു പ്രദേശം. അവിടേക്കാണ് ഞങ്ങളുടെയും യാത്ര. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ചില റിഫൈനറികളും ഫാക്ടറികളും മറ്റും കണ്ടു തുടങ്ങുകയായി. എണ്ണ സംസ്കരണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഖത്തറിലെ പ്രമുഖമായൊരു വ്യവസായ മേഖല കൂടിയാണ് മെസൈദ്. വലിയ സംഭരണികളും പുകക്കുഴലുകൾ ഉയർന്നു നിൽക്കുന്ന എണ്ണ സംസ്കരണശാലകളുമെല്ലാം കാണുന്നുണ്ട്. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കപ്പലിൽ കയറ്റിക്കൊണ്ടുപോകുന്ന സൗകര്യങ്ങളുമുണ്ട്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ ചില കുതിരസവാരിക്കാരെ കാണാം. നിരന്ന മണൽപ്പരപ്പ്. അതിലൂടെ കുതിരപ്പുറത്തു പോകുന്നവർ. ഇവിടുത്തെ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട ചില പരിശീലന കേന്ദ്രങ്ങളും മറ്റും ഈ ഭാഗത്തുണ്ട്. തെക്കോട്ടുള്ള യാത്ര തുടരുമ്പോൾ മണൽക്കാറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. മണലാരണ്യം മാത്രമായി കാഴ്ച. ഖത്തർ എന്ന രാജ്യത്തിന്റെ 90% ഭൂപ്രകൃതിയും ഈ വിധമാണ്. ഇവിടെ മണലാരണ്യത്തിൽ മറ്റൊരു കാഴ്ചയുണ്ട്. ഡെസേർട്ട് ക്യാമ്പുകൾ. മണൽക്കുന്നുകളുടെ ചെരുവിൽ ഒട്ടേറെ ക്യാമ്പുകളുണ്ട്. അവിടെ കൂടാരങ്ങളും കാരവനുകളും എല്ലാം കാണാം. റെസ്റ്റോറന്റും നല്ല താമസ സൗകര്യങ്ങളുമെല്ലാം ഓരോ ക്യാമ്പിലുമുണ്ട്. ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമായ ക്യാമ്പുകളാണ്. വിന്റർ കാലത്താണ് ഞാൻ ചെന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇവിടുത്തെ മിക്ക ക്യാമ്പുകളും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ മണലാരണ്യത്തിൽ വിവിധങ്ങളായ ഉല്ലാസങ്ങളിൽ ഏർപ്പെടുന്നു. ആധുനിക വാഹനങ്ങളിൽ സാൻഡ് ഡ്യൂൺസിലൂടെയുള്ള ഡെസേർട്ട് സഫാരി, ബീച്ച് ഏരിയയിൽ ക്യാമ്പുകളിലെ താമസം, ഒട്ടക സഫാരി, കുതിരപ്പുറത്ത് മണൽക്കുന്നുകളിലൂടെയുള്ള യാത്ര,
ക്യാമ്പുകളിലെ ബാർബിക്യൂ വിഭവങ്ങൾ ആസ്വദിക്കൽ എന്നിങ്ങനെ പോകുന്നു ഉല്ലാസ പരിപാടികൾ. സന്ധ്യയാകുന്നതോടെ കലാപരിപാടികളും ഉണ്ടാകും. ഖത്തറികളുടെ ഒരു പ്രധാന എന്റർടൈൻമെന്റ് ഏരിയ തന്നെയാണ് മെസൈദിലെ സാൻഡ് ഡ്യൂൺസ്. കൂടാതെ ഇവിടെ വേറെയും ധാരാളം എന്റർടൈൻമെന്റ്സ് ഉണ്ട്. സീ ലൈൻ സർക്യൂട്ട് സ്പോർട്സ് ക്ലബ് എന്നൊക്കെ പേരുള്ള വിവിധ സ്ഥാപനങ്ങളും. ഇക്കാണുന്ന ഇടങ്ങളെല്ലാം ഉല്ലാസ കേന്ദ്രങ്ങൾ തന്നെ. ചായയും വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളും ലഭിക്കുന്ന റെസ്റ്റോറന്റുകൾ, വിവിധ ഗെയിമുകൾക്കും മറ്റുമുള്ള സംവിധാനങ്ങൾ ഈ ഒരു പ്രദേശമാകെ ഈ വിധത്തിൽ ഒരുക്കിയിരിക്കുകയാണ്. ധാരാളം ആളുകൾ എത്തുന്ന ആഘോഷ കേന്ദ്രങ്ങൾ. ബീച്ചിന്റെയും സാൻഡ് ഡ്യൂൺസിന്റെയും മനോഹരമായ സങ്കലനമാണ് ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മെസൈദ് വളരാൻ കാരണമായത്. ഖത്തറിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ ഈ ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വിദേശികളും എത്തുന്ന ഒരിടമാണിത്. അതിനനുസരിച്ച് വമ്പൻ ബീച്ച് റിസോർട്ടുകളും മെസൈദിൽ ഉയർന്നിട്ടുണ്ട്. താമസത്തിനായി ധാരാളം വില്ലകളും ഉല്ലാസത്തിനായി വാട്ടർ സ്പോർട്സ് സംവിധാനങ്ങളുമെല്ലാം അവർ ഒരുക്കുന്നു. കുറെ ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നിടത്തെ വലിയൊരു പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങൾ വണ്ടി കൊണ്ടുചെന്ന് നിർത്തി ഇറങ്ങി. സീ ലൈൻ ഏരിയ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. മെസൈദ് പ്രദേശത്തിന്റെ ഭാഗമായ എന്റർടൈൻമെന്റ് ഏരിയയാണ്. കുതിരകൾ, പോണി കുതിരകൾ, ഒട്ടകങ്ങൾ, ക്വാഡ് ബൈക്കുകൾ എന്നിവയിലുള്ള സവാരിയെല്ലാം ഇവിടെ സാധ്യമാണ്. ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാനുള്ള കൂടാരങ്ങളും റെസ്റ്റോറന്റുകളും കഫേകളും ഒക്കെ ഉണ്ട്. ഒരു നാടൻ അറബി വില്ലേജ് പോലെയാണ് ഇവിടം ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്വദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഒരിടം കൂടിയാണ്. ഒട്ടക സവാരിയാണ് ഇവിടുത്തെ ഒരു പ്രധാന പരിപാടി. ആളുകൾ ഒട്ടകപ്പുറത്ത് കയറി ഇവിടെ നിന്നും സംഘങ്ങളായി പുറപ്പെടുന്നു. അവരങ്ങനെ സാൻഡ് ഡ്യൂൺസിലൂടെ കുറേ ദൂരം സഞ്ചരിക്കും. കുറേയേറെ ഒട്ടകങ്ങളുണ്ട്. കുട്ടികളും കുടുംബവുമൊക്കെയായി വലിയ സംഘങ്ങൾ ഒരുമിച്ച് ഒട്ടക സവാരി നടത്തുന്നു. സവാരിക്കാരെ ഒട്ടകപ്പുറത്തിരുത്തി അവയുടെ വടവും പിടിച്ച് മുൻപേ നടക്കുകയാണ് ഒട്ടകക്കാർ. മണൽക്കുന്നുകളിലൂടെ വളരെ ദൂരം പോകുന്ന ഒരു പരിപാടിയാണിത്. ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നവരെയും കാണാം. അവർ സെൽഫി എടുത്തും മറ്റും ആഘോഷത്തോടെയാണ് വരുന്നത്. ഒട്ടകങ്ങളുടെ പുറത്ത് കയറുന്നതും അവിടെ നിന്ന് ഇറങ്ങുന്നതുമാണ് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടി. യാത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ ഇരിപ്പിൽ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്നവർ പിന്നോട്ട് മറിഞ്ഞു പോകും. ഇവിടെ ഒരു സവാരിക്കാരി വളരെ കൂളായി താഴെ ഇറങ്ങിയിരിക്കുന്നു. ഒട്ടകത്തിന്റെ വായ മൂടിക്കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അവൻ മണലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പരതി തിന്നുകൊണ്ടിരിക്കും. ഒട്ടക സവാരി ഇവിടുത്തെ ഒരു പ്രധാന പരിപാടി തന്നെയാണ്. വേറൊരു ഭാഗത്ത് കുറെ കെട്ടിടങ്ങളുണ്ട്. ആളുകൾക്ക് കാപ്പി കുടിക്കാനും വിശ്രമിക്കാനും ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ. അതിന്റെ പിൻഭാഗത്ത് വലിയ മണൽ കുന്നുകളാണ്. ആ സാൻഡ് ഡ്യൂൺസിലേക്ക് 4 വീൽ ഡ്രൈവുള്ള വാഹനങ്ങൾ പോകുന്നത് കാണാം. മണൽക്കുന്നുകളുടെ കയറ്റത്തിലൂടെയും ഇറക്കത്തിലൂടെയും ചെരുവുകളിലൂടെയും സാഹസികമായ യാത്ര. ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു ആക്ടിവിറ്റിയാണത്. ഡെസേർട്ട് സഫാരി എന്നറിയപ്പെടുന്നത് അതാണ്. പ്രത്യേക വൈദഗ്ധ്യമുള്ള ഡ്രൈവർമാരെ അത് ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. സാൻഡ് ഡ്യൂൺസിലേക്ക് പോകും മുമ്പ് വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റ് കുറച്ചിടണം. ഇവിടെ ഹുക്ക വലിച്ചിരിക്കാനും ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനുമെല്ലാം സൗകര്യമുണ്ട്. രസകരമായ ഒരു ക്യാമ്പാണ്. കുറേയേറെ ആളുകളുണ്ട്. കുടുംബമായി വരുന്നവർക്ക് ഉല്ലാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു. എങ്കിലും ഇന്ന് വലിയ തിരക്കില്ല ഇവിടെ. ഫിഫ വേൾഡ് കപ്പിന് ആതിഥ്യമരളിയെങ്കിലും ഖത്തറിലേക്ക് വിദേശ ടൂറിസ്റ്റുകൾ വലിയ തോതിൽ ഇനിയും വന്നു തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ചെറിയ കിണറുണ്ട്. കടൽ തീരമാണെങ്കിലും ഉപ്പ് കലരാത്ത വെള്ളം കിട്ടും അത്തരം കിണറുകളിൽ. ഈ ക്യാമ്പൊക്കെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പ് കഴിയുന്നതോടെ ഖത്തറിലേക്ക് ടൂറിസ്റ്റുകളുടെ വലിയ ഒഴുക്കായിരിക്കും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതുകൊണ്ട് ടൂറിസത്തിൽ പ്രതീക്ഷിച്ച പ്രയോജനം ഉണ്ടായിട്ടില്ല. ഖത്തറിൽ നാച്ചുറലായ അധികം കാഴ്ചകളില്ല എന്നുള്ളതുകൂടിയാകാം അതിന് കാരണം. ആധുനിക കാലത്ത് നിർമ്മിച്ചു വച്ചിരിക്കുന്ന വലിയ കെട്ടിടങ്ങളിൽ ഒതുങ്ങുന്നു ഇന്നാട്ടിലെ പ്രധാന കാഴ്ചകൾ. സാൻഡ് ഡ്യൂൺസിലൂടെയുള്ള ഒട്ടക സവാരി കഴിഞ്ഞ് മടക്കയാത്രയിലാണ് ഇവിടെ കുറേ ആളുകൾ. സ്ത്രീകളാണ് ഇങ്ങനെ ഒട്ടകപ്പുറത്ത് കയറാൻ ഏറ്റവും താല്പര്യം കാണിക്കുന്നതെന്ന് മനസ്സിലായി. അവർക്ക് ഇന്നാട്ടിൽ സാഹസത്തിനായി കിട്ടുന്ന അപൂർവമായ അവസരം ഇതൊക്കെയാണ്. പുറത്തുനിന്നിറക്കാനുള്ള ഈ വീഴ്ചയുണ്ടല്ലോ,
അതാണ് ഒട്ടക സഫാരിയിലെ തന്നെ ഒരപകടം. ചിലരൊക്കെ കൂളായി ഇറങ്ങി വരുന്നുണ്ടെങ്കിലും മിക്കവർക്കും അത് ഭയപ്പാടുള്ള കാര്യം തന്നെയാണ്. ചില ഒട്ടകങ്ങൾ മര്യാദക്കാരാണ്, അവ സാവധാനമാണ് ഇരിക്കുന്നത്. എന്നാൽ മറ്റു ചില ഒട്ടകങ്ങൾ താഴേക്ക് വീഴും വിധം ഒരിരിപ്പാണ്. ഇത്ര നേരം ഇവിടെ നിന്നിട്ടും വിദേശികളായ ടൂറിസ്റ്റുകളെ കാണുന്നില്ല. എല്ലാം സ്വദേശികൾ തന്നെ. വിദേശികൾക്ക് ഇവിടെ വരേണ്ട കാര്യവുമില്ല. എന്റർടൈൻമെന്റിനു വേണ്ടി ഗൾഫ് നാടുകളിലേക്ക് വരുന്നവർക്ക് നേരെ ദുബായിലേക്ക് പോയാൽ മതി. പലവിധ എന്റർടൈൻമെന്റ് സാധ്യതകളാണല്ലോ ദുബായ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഞങ്ങൾ യാത്ര തുടരാൻ തീരുമാനിച്ചു. മനോഹരമായ ഫാമിലി ബീച്ചുള്ള പ്രദേശമാണ് മെസൈദ്. അവിടേക്ക് പോകാനായി കാറിൽ കയറി. കുറെ കാഴ്ചകളുണ്ട് ഈ ഭാഗത്ത്. ധാരാളം വാഹനങ്ങൾ നിരന്നു കിടക്കുന്നു. ദോഹ സിറ്റിയിൽ നിന്നുമാണ് ഇവിടെ ഉല്ലാസത്തിനായി കൂടുതൽ ആളുകളും എത്തുന്നത്. മെസൈദിലെ കാഴ്ചകളിലൂടെ യാത്ര തുടർന്നു.